യാത്രക്കാരെ സംബന്ധിച്ച് സുഗമമായ അനുഭവം സമ്മാനിക്കുന്ന ഹൈജീനിക് ടോയ്ലറ്റ് ഉൾപ്പെടുന്ന ട്രാവൽ ലോഞ്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബീക്കൺ ഗ്രൂപ്പിന്റെ ഈ ആശയത്തിന് പിന്തുണയുമായി ഗോകുലം ഗ്രൂപ്പ് 25 കോടിയുടെ നിക്ഷേപം നടത്തി. ട്രാവൽ ലോഞ്ചിന്റെ ആപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ലോഞ്ച് ചെയ്തു. ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകളാണ് ട്രാവൽ ലോഞ്ച് പദ്ധതി തുറന്നിടുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ട്രാവൽ ലോഞ്ചിൻ്റെ ഈ ആപ്പ് തീർച്ചയായും എല്ലാവർക്കും ഗുണകരമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്രദമാകുന്ന നിലയിൽ ഇതുപോലുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണ അംഗീകാരം നൽകാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് നാടിനു വേണ്ടിയാണ്, നാട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വലിയ സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെവിടെയൊക്കെ നമുക്ക് പറ്റുമോ അവിടെയൊക്കെ ആരംഭിക്കാം. അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താം. ഇന്ത്യയിലുടനീളം പ്രവർത്തനം ലക്ഷ്യമിടുന്ന ട്രാവൽ ലോഞ്ച് ദീർഘദൂര യാത്രക്കാർക്കും ഹ്രസ്വദൂര യാത്രക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. യാത്രക്കിടയിൽ വിശ്രമിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോഞ്ചും ആധുനിക രീതിയിലുള്ള ഹൈജീനിക് ടോയ്ലറ്റുകളും കുറഞ്ഞ സമയത്തേക്കടക്കം വിശ്രമിക്കാനുള്ള സ്ലീപ്പിംഗ് പോഡും കോഫി ആൻഡ് ടീ ഷോപ്പുകളും അടങ്ങുന്നതാണ് ട്രാവൽ ലോഞ്ച്. ഈ നൂതന സംരംഭത്തിന് ഗോകുലം ഗ്രൂപ്പ് എല്ലാ പിന്തുണയും നൽകുമെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. ചെറുപ്പക്കാർ പലതരത്തിലുള്ള കഴിവുകളുണ്ടായിരിക്കും. അവരിൽ നിന്ന് അവരുടെ ആശയങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ചില ആശയങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. വളരെ ബുദ്ധിപൂർവ്വം നല്ല ആത്മാർത്ഥതയോട് വിശ്വാസത്തോടുകൂടി ഇത് നിർവഹിക്കുമെന്നൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചത്. ദീർഘയാത്രക്കിടെ ട്രാവൽ ലോഞ്ചിന്റെ സംവിധാനം തനിക്ക് ഏറ്റവും ഗുണകരമായ ജീവിതാനുഭവം സമ്മാനിച്ച കാര്യം പറഞ്ഞാണ് തെന്നിന്ത്യൻ ചലച്ചിത്ര താരം മമത മോഹൻദാസ് സദസ്സിനോട് സംവദിച്ചത്. ട്രിപ്പ് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ AI രൂപത്തിൽ കിടക്കുന്ന ഫോട്ടോസ് കണ്ടിട്ടാണ് ഞാൻ നേരെ ചെന്നൈയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഇട്ടത് ടു ട്രാവൽ ലോഞ്ച്. നോക്കുമ്പം ഇറ്റ് ഇസ് വാളയാർ. ഓക്കെ, reason is I want to know if this place is actually real, as good as it looks in the pictures. I'm very surprised ഇത് എന്തുകൊണ്ട് ഇതിന് നേരത്തെ വന്നില്ല എന്ന്. പക്ഷെ വന്നല്ലോ. I'm very excited. ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഇനിയും വരണം, ഇതുപോലെ കുറേ യൂണിറ്റ്സ് ഇനിയും വരണം. ട്രാവൽ ലോഞ്ചിന്റെ പദ്ധതിയെക്കുറിച്ച് co-founder PT സഫീർ വിശദീകരിച്ചു. രാത്രി ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പ്ലാനില്ല, നമ്മളൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു. അല്ലെങ്കിൽ രാവിലെ അവിടെ എത്തി ഫ്രഷായി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 4000 രൂപ 5000 രൂപ ചിലർ മുടക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അല്ലെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി രാത്രി ഡ്രൈവ് ചെയ്യുന്നത്, അതെല്ലാം ഒരു കംഫർട്ട് സ്റ്റേജിലേക്ക് മാറ്റുക. 6 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ. വേറൊരു പ്രത്യേകത, ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈമിന് സ്പെസിഫിക് ആയി ഒന്നുമില്ല. നിങ്ങൾക്ക് 3:30 ചെക്ക് ചെയ്യാം, 12:30 ചെക്ക് ചെയ്യാം, 4:15 ചെക്ക് ഇൻ ചെയ്യാം. അതേപോലെ കഴിഞ്ഞിട്ട് പോകാം. ഒരു 500 സ്ക്വയർ ഫീറ്റിൽ ഒരു ദിവസം 50 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ റീറ്റെയിൻഡ് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അസീസ് ചൊവ്വഞ്ചേരി, ട്രാവൽ ലോഞ്ച് ഡയറക്ടർ VK ഷംനാസ് തുടങ്ങിയവരും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.